എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ഒരാളുടെ ജീവിതം നശിപ്പിച്ച് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ നടക്കണം. കരയാൻ വിധിക്കപ്പെട്ട ഓരോ ജന്മത്തിനെ മനുഷ്യജന്മം എന്ന് പറയാൻ പറ്റുമോ? ഇന്നേ വരെ നീ ചെയ്ത തെറ്റുകൾക്ക് അനുഭവിക്കുന്ന നിൻ്റെ പെങ്ങൾ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നിനക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ പെങ്ങൾ നിൻ്റെ കൂടെ ജയിക്കുക. പക്ഷെ നീ ചെയ്തു തെറ്റെന്ന് തെറ്റിലേക്ക് പോകുന്ന വഴികളാണ്. അവളെ കഷ്ടപ്പെട്ട് അച്ഛൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ കൊണ്ട് നശിപ്പിച്ചിട്ട് നീ നല്ലവനായി ജീവിക്കുക. ഇപ്പം ജയിലക്കാരൻ്റെ ഗതികേട് വന്നില്ലേ? ഇനി നിൻ്റെ ജീവിതം ജയിലിലിറക്കുള്ളില്ല. പല തെറ്റുകളും ചെയ്ത് അവർ നിന്നെ ചോദിച്ചു. ഇനിയൊക്കെ നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ലക്ഷ്യമുണ്ടാവില്ല. ആ ലക്ഷ്യം തീർക്കണമെങ്കിൽ നീ സ്വയം നന്നാവണം. ആ സ്വയം നന്നാൽ മാത്രമേ നിനക്കെന്നും നന്മകളുണ്ടാവൂ. ഇത് പറയുന്നത് ചന്ദ്രദാസിന് പകരം